വാർത്തകൾ വിശദമായി പരിശോധിക്കാം. പ്ലാസ്റ്റിക് കുപ്പികളിലെ മദ്യത്തിന് 20 രൂപ അധിക നിരക്ക് ഈടാക്കുന്ന പദ്ധതി പിൻവലിച്ചു. നാളെ മുതൽ 20 രൂപ അധികം ഈടാക്കില്ല. നേരത്തെ 20 രൂപ അധികം നൽകിയവർക്ക് ഈ മാസം 30 വരെ കുപ്പി തിരികെ നൽകാം. ശേഖരിക്കുന്ന ബോട്ടിലുകൾ കാരണം മദ്യം സൂക്ഷിക്കാൻ സ്ഥലപരിമിതിയെന്നും ബെവ്കോ. വിവരങ്ങളുമായി ദേവൻ എം പി ചേരുന്നു. ദേവൻ, പ്രധാനമായും ശേഖരിക്കുന്ന ബോട്ടിലുകൾ കാരണം മദ്യം സൂക്ഷിക്കാൻ സ്ഥലപരിമിതി ഉണ്ട് എന്നുള്ളതാണ് ബെവ്കോ വ്യക്തമാക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസമാണ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഈ പറയുന്ന പോലെ തന്നെ ബെവ്കോ വഴി വിൽക്കുന്ന മദ്യക്കുപ്പികൾക്ക് 20 രൂപ അധികം ഈടാക്കുന്ന ഒരു പദ്ധതി ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. ഡെപ്പോസിറ്റ് റീഫണ്ട് സ്കീം എന്ന പേരിൽ തിരുവനന്തപുരത്തെയും കണ്ണൂർ ജില്ലകളിലെയും തിരഞ്ഞെടുത്ത 10 വീതം ബിവറേജസ് കോർപ്പറേഷനുകളിലെ ഔട്ട്ലെറ്റുകളായിരുന്നു ഇത്തരം ഒരു പദ്ധതി നടപ്പാക്കിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ UDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഈ പദ്ധതിയെക്കുറിച്ച് വിശദമായി പഠിക്കുകയും അതിനുശേഷം പിന്നീട് ഈ പദ്ധതി ഇപ്പോൾ പൂർണ്ണമായും അത് ഉദ്ദേശിച്ച ഫലം കണ്ടില്ല എന്നുള്ളൊരു നിഗമനത്തിൽ എത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പദ്ധതി ഇപ്പോൾ ഉപേക്ഷിക്കാൻ തീരുമാനമായിരിക്കുന്നത്. പ്രധാനമായും ഈ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ സംസ്കരിക്കാനുള്ള അതിന്റെ മാർഗങ്ങൾ അത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് സ്വീകരിച്ച നടപടികളൊന്നും തന്നെ ഫലം കണ്ടിട്ടില്ല. മാത്രമല്ല, ശേഖരിക്കുന്ന ബോട്ടിലുകൾ കാരണം അവിടെ സ്റ്റോക്കായി എടുക്കുന്ന മദ്യം സൂക്ഷിക്കാൻ സ്ഥലപരിമിതി ഉണ്ടെന്നും ബെവ്കോ കണ്ടെത്തിയിരിക്കുന്നു. ഇനി വരുന്ന ഉത്സവ സീസണുകളിലേക്കടക്കം കൂടുതലായി മദ്യക്കുപ്പികൾ ശേഖരിക്കേണ്ട സാഹചര്യമുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇപ്പോഴുള്ള സ്ഥലപരിമിതി പോരാതെ വരും. അതും കൂടി കണക്കിൽ എടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. നാളെ മുതൽ ഈ 20 രൂപ വാങ്ങിച്ചിരുന്ന പദ്ധതി നാളെ മുതൽ നടപ്പിലാകില്ല. ഇപ്പോൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിലവിൽ വാങ്ങിയ ഈ മദ്യക്കുപ്പികൾക്ക് ഈ മാസം 30 വരെ തിരികെ നൽകാനുള്ള ഒരു സമയവും അനുവദിച്ചിട്ടുണ്ട്. ഇതിലിപ്പോൾ UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം തന്നെ ബിവറേജ് കോർപ്പറേഷന്റെ CMD സ്ഥാനത്ത് നിന്നും ചുമതലയുണ്ടായിരുന്ന MR അജിത് കുമാർ സസ്പെൻഷൻ നടപടി നേരിട്ടതിനെ തുടർന്ന് പുതിയ CMD സ്ഥാനത്തേക്ക് പുതിയ നിയമനം നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. യോഗേഷ് ഗുപ്ത അത്തരത്തിൽ ബെവ്കോയുടെ CMD ആയി എത്തിയതിന് പിന്നാലെയാണ് ഈ ഒരു ഉത്തരവിൽ തീരുമാനമായിരിക്കുന്നത്. നേരത്തെ തന്നെ UDF സർക്കാർ അധികാരത്തിൽ വന്ന സമയത്ത് തന്നെ ഇത്തരത്തിൽ ഈ പദ്ധതി ഉപേക്ഷിക്കുന്ന കാര്യത്തിൽ ചില ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ഇതിനിപ്പോൾ ഉത്തരവായി പുറത്തിറങ്ങിയിരിക്കുന്നത്. ശരി, ദേവൻ എം പിയാണ് വിവരങ്ങൾ നൽകിയത്.